മാന്യ സ്നേഹിതർക്ക് സ്നേഹവന്ദനങ്ങൾ. മധ്യേഷ്യ കേന്ദ്രീകരിച്ചും തെക്ക് വടക്കേക്ക് മാറി റഷ്യ വരെയും പടിഞ്ഞാറേക്ക് മാറി അമേരിക്ക വരെയുള്ള രാജ്യങ്ങളും ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള കാരണങ്ങൾ ആരംഭിച്ചു വെച്ചത് ഹമാസ് ആണ്. ഇസ്രായേൽ അതിനെ ആര് പറഞ്ഞിട്ടും നിർത്താതെ നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാദ്യമേ പറഞ്ഞിരുന്നു, ഞങ്ങൾ ആരെയും അടിക്കാൻ പോവില്ല, ഞങ്ങളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ ഞങ്ങൾ വിടുകയുമില്ല. അത്തരത്തിൽ ആ യുദ്ധം നീണ്ട് ചുറ്റുപാടുമുള്ള പല രാജ്യങ്ങളെയും അത് ബാധിക്കാൻ തുടങ്ങി. ആ ഘട്ടത്തിലാണ് ഹമാസിന്റെ നേതാവായിരുന്ന ഇസ്മായിൽ ഖനിയയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ഇറാന്റെ ആളല്ല എന്ന് വരികിലും ഈ ഹമാസിന് വേണ്ടി ഇറാന് യുദ്ധം ചെയ്യേണ്ടതായി വരുന്നു. കാരണം ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ഈ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട യുദ്ധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ഇസ്ലാമികൾ, മുസ്ലിം സഹോദരന്മാർ എന്നൊക്കെ പറയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും അങ്ങനെ പറയാൻ നിവൃത്തിയില്ല. കാരണം ഖുർആൻ അനുസരിക്കുകയും അതിനെ അനുഗമിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ സഹോദരന്മാരെന്ന് പറയുക നിവൃത്തിയുള്ള കാര്യമല്ല. നിങ്ങൾ എന്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ പരിശുദ്ധ ഖുർആൻ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ വിലക്കി, അങ്ങനെ പറയരുത്, അത് തെറ്റാണ്. ഞാൻ പരിശുദ്ധ ഖുർആൻ എന്ന പദം പ്രയോഗം നടത്തിയത് ആ പുസ്തകത്തിന്റെ പേര് വെച്ചിട്ടാണ്, അല്ലാതെ അതിന്റെ പരിശുദ്ധി വെച്ചിട്ടൊന്നുമല്ല. ആരോ റൂട്ട് ബിസ്ക്കറ്റിനകത്ത് ആരോ റൂട്ട് ഒട്ടും ഇല്ലെങ്കിലും അതിന് ആരോ റൂട്ട് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ആരോ റൂട്ട് എന്ന് പറയുന്നതേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് ആരോ റൂട്ട് ഉള്ളത് കൊണ്ടല്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ പദം പ്രയോഗിച്ചിരുന്നു. പക്ഷേ അറിവുള്ള പലരും എന്നെ ശാസിച്ചു, അത് ചെയ്യരുത്, അത് തിന്മയാണ്. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചധികം ഗൗരവമായി മനസ്സിലാക്കി പഠിച്ചു. അതുപോലെ തന്നെ മനുഷ്യരെന്ന നിലയിൽ നമ്മള് ഇന്ത്യയിലെ പ്ലഡ്ജ് പറയുന്നത് പോലെ ഇന്ത്യ എന്റെ രാജ്യമാണ്, ഭാരതം എന്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരീ സഹോദരന്മാരാണെന്ന് പറയുന്നത് പോലെ നമുക്കിപ്പോൾ ഖുർആൻ അനുഗമിക്കുന്നവരെ സഹോദരനാണെന്ന് പറയാനുള്ള നിവൃത്തിയുമില്ല. ഇതൊക്കെ കേട്ടിട്ട് പലരും പറയാറുണ്ട്, അച്ഛൻ തീവ്രവാദം തുപ്പുകയാണ്. ഞാൻ ഒന്നും തുപ്പുന്നില്ല, യഥാർത്ഥ കാര്യം പൊതുജന മധ്യേ മനസ്സിലാകാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരിടത്തും തമ്മിലടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിടത്തും വിദ്വേഷത്തിൻ്റെത് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് വിശുദ്ധ വേദ പുസ്തകം അടിസ്ഥാനമാക്കി സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളുടെ വിശദീകരണമാണ്. അത് പറയുക എന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടത്, ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് വന്നു നിൽക്കുന്നത്. പക്ഷേ ഇറാൻ അതിനുള്ള ശേഷിയില്ല. 70കൾക്ക് പുറകിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന തുരുമ്പെടുത്ത ആയുധങ്ങൾ, അവകൾ പല ആയുധങ്ങൾക്കും അതിന്റെ സ്പെയർ പാർട്സ് പോലും കിട്ടാനില്ലാത്ത വിധം കാലഹരണപ്പെട്ടതാണ്. ഇവകളും കൊണ്ട് ഇറാൻ ഇസ്രായേലിൽ യുദ്ധത്തിന് പോയാൽ തീരുമാനമാകുമെന്നവർക്ക് ആയുധം കൊടുക്കുന്ന ഇവരുടെ തലതൊട്ടപ്പനായ റഷ്യ നേരിട്ട് പറഞ്ഞതാണ്. ഇവരോട് നേരിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ജർമ്മനിയും ഫ്രാൻസും സംസാരിച്ചതാണ്, യുദ്ധത്തിന് ഇറങ്ങിച്ചാടരുത്, അത് വിപത്തുണ്ടാക്കും. ഇറാനിലെ പ്രധാനമന്ത്രിയും അത് തന്നെയാണ് തീരുമാനം, യുദ്ധത്തിന് ഇറങ്ങണ്ട എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടുത്തെ മത നേതാവ് അയത്തുള്ള അലി ഖുമാനിക്ക് ഒരു താല്പര്യമല്ല, അയാൾക്ക് നിർബന്ധം ഈ യുദ്ധം നടത്തിയിരിക്കണം. ഇത് നടത്തിയില്ലെങ്കിൽ അള്ളാഹു കോപിക്കുമെന്നാണ് അദ്ദേഹം ഒടുവിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ വർഗക്കാരെല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യതയാണ് അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഷിയ വർഗത്തിൽപ്പെട്ട ഒറ്റ രാജ്യമേ ഉള്ളൂ, അത് ഇറാനാണ്. അതിന്റെ നാശം കാണാൻ ചുറ്റുപാടും കിടക്കുന്ന സുന്നികൾക്ക് താല്പര്യമുണ്ടെന്ന് ഇവര് തന്നെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ബുദ്ധി പെടലിക്കായതുകൊണ്ട്
ഇവരെടുത്തു ചാടി രാഷ്ട്രം നശിക്കാനാണ് സാധ്യത. ഇറാഖിന്റെ കാര്യത്തിൽ തീരുമാനമായതുപോലെ ഇറാഖും ഇതുപോലെയാണ് സദാം ഹുസൈൻ കയറി നിന്നത്. ചാകുന്നത് വരെ മസിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. അവസാനം അയാൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതേ റേഞ്ചിൽ തന്നെയാണ് ഇറാന്റെ കണ്ടീഷനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചേ തീരൂ എന്നത് നിർബന്ധമാണ്. അയത്തുള്ള അലി ഖുമാനി പറയുന്നത് വളരെ കറക്റ്റാണ്. അവരുടെ അള്ളാഹു കോപിക്കും. ഈ യുദ്ധം നടത്തിയില്ലെങ്കിൽ കോപിക്കും. ഇത് ഇസ്രായേലിനും വാസ്തവത്തിൽ ആവശ്യം തന്നെയാണ്. ഞാൻ ഈ ബൈബിൾ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടും ബൈബിളിന്റെ ചരിത്രവും പ്രവചനവും ഒരുപോലെ ഞങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത് കൊണ്ടും ഇന്നത്തെ ചരിത്ര പശ്ചാത്തലവും പഴയ നിയമ കാലഘട്ടവും വെച്ചൊറ്റ വാക്കിൽ പരാമർശിച്ചാൽ ഇസ്രായേൽ ഇന്ന് തെരുവിൽ നടത്തുന്ന യുദ്ധം നടത്തേണ്ടിയിരുന്നത് കുറഞ്ഞ പക്ഷം BC 1406 BC 1406 ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കർത്താവ് തന്നെ കൊണ്ടുവന്ന് 40 കൊല്ലം അവർ മരുഭൂമിയിൽ കൂടി നടത്തി. അവർ ഈജിപ്തിൽ നിന്ന് ഇറങ്ങുന്നത് 1446 BC കാര്യം ഞാൻ പറയുന്നത്. ഇസ്രായേലിനെ അവിടെ നിന്ന് ഇറക്കി കനാൻ നാട്ടിലേക്ക് ജനത്തെ കൊണ്ടുവരുമ്പോൾ 1406 എന്ന് പറഞ്ഞാൽ 40 കൊല്ലം കടന്നു. ദൈവം അബ്രഹാമിന് വാക്ക് കൊടുത്തത്, നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ കനാൻ ദേശം അവകാശമായി തരും. പക്ഷേ ഇസ്രായേൽ ഈ വാക്കുകളിൽ നിന്ന് ഒരുപാട് പാളിപ്പോയി. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരുപാട് വിപത്ത് അനുഭവിക്കേണ്ടതായി വന്നു. ഇസ്രായേലിനെ 400 കൊല്ലം കർത്താവ് ഈജിപ്തിൽ നിർത്തി എണ്ണത്തിലും അർത്ഥത്തിലും വളർത്തി വലുതാക്കി അനുഗ്രഹിക്കപ്പെട്ടൊരു രാഷ്ട്രമാക്കി. നാളുകൾ ചിലത് മുമ്പിലേക്ക് പോയി. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കി ഫറവോനെയും സൈന്യത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് 40 കൊല്ലം മരുഭൂമിയിൽ 6 ലക്ഷം പുരുഷന്മാരും ആൾക്ക് 2 വെച്ച് കൂട്ടിയാലും 12 ലക്ഷം സ്ത്രീകളും ആൾക്ക് 10 വെച്ച് കൂട്ടിയാലും 60 ലക്ഷം പിള്ളേരും എന്ന നിലയിൽ ഒരു 80 ലക്ഷത്തോളം ജനം ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടന്ന് സൗദി അറേബ്യയുടെ അറ്റത്തുകൂടി യാത്ര ചെയ്ത് ഇന്നത്തെ യോർദാൻ വഴി കയറി കനാനിലേക്ക് വന്നു. ഇറക്കുമ്പോൾ മോശയാണ് ഇസ്രായേലിനെ നടത്തുന്നത്. കനാനിലെത്തുമ്പോൾ യോശുവയാണ് ജനത്തെ നടത്തുന്നത്. വേദപുസ്തകത്തിലെ യോശുവയുടെ പുസ്തകത്തിൽ 31 രാജാക്കന്മാരെ കൊന്നുകൊണ്ട് കനാൻ നാട് തിരിച്ചു പിടിച്ച് യോശുവ ആ ജനത്തിന് ഏൽപ്പിക്കുമ്പോൾ അവരോട് പറഞ്ഞത്, യോശുവയുടെ പുസ്തകം 23-ാം അധ്യായത്തിലാണ് അതിന്റെ പരാമർശം. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി. ശ്രദ്ധിക്കുക, യഹോവയാണ് യുദ്ധം ചെയ്തത്. ഏറെക്കാലം കഴിഞ്ഞ ശേഷം യോശുവ വയസ്സ് ചെന്ന വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. കണ്ടോ, യഹോവയാണ് അന്ന് യുദ്ധം ചെയ്തത്. ഇതാ യോർദാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള സകല ജാതികളുടെയും, ഞാൻ സംഹരിച്ചു കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. കണ്ടോ, കൊല്ലാൻ വച്ചിരിക്കുന്ന ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ ദേവന്മാരുടെ നാമം ചൊല്ലി ജപിക്കുകയും അതു ചൊല്ലി സത്യം ചെയ്യുകയും അരുത്. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ യഹോവയായ ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പീൻ. ഇത് വളരെ കൃത്യമായി ഭക്തനായ യോശുവ ഇസ്രായേലിന് കൊടുത്ത താക്കീതാണ്.
അടുത്തു പറയുന്നത്, യഹോവ നിങ്ങളുടെ മുൻപിൽ നിന്ന് വലിപ്പവും ബലവുമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞു. ഒരു മനുഷ്യനും ഇന്നുവരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. അതിന്നും കഴിയുന്നില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പിൻ. അടുത്ത പദമാണ് പരമപ്രധാനം. അല്ലാതെ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ ഇവിടത്തെ ജനം അവർ നിങ്ങൾക്ക് കൊടുക്കും കണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളുമായിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അടുത്ത യോശുവ പറയുകയാണ്, ഇതാ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കും. അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. വളരെ കൃത്യമായ താക്കീതാണ് യോശുവ ഭക്തൻ ഇസ്രായേലിന് നൽകിയത്. ഈ മുഴുവൻ താക്കീതുകളെയും കാറ്റിൽ പറത്തി ഇസ്രായേൽ അവരുടെ തോന്നിയാസത്തിന് മുമ്പിലേക്ക് പോയി. ജാതികളുമായി വിവാഹ സംബന്ധത്തിൽ ഏർപ്പെട്ടു, അവരുടെ വിഗ്രഹങ്ങളെ സേവിച്ചു, അവരുടെ ദേവന്മാർക്ക് പൂജാഗിരികൾ പണിതു. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അതെല്ലാം അവൻ ചെയ്തു. ഒടുവിൽ പ്രവാചകന്മാർ വന്ന് നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞു, ഇസ്രായേലെ മടങ്ങി വാ. ഇസ്രായേൽ ഇത് കേൾക്കാൻ തയ്യാറായില്ല. ആ ഇസ്രായേലാണ് ഈ കിടന്ന് വേദന അനുഭവിക്കുന്നത്. ഒരു പദം കൂടി പുറകിലേക്ക് പോയാൽ ഇന്ന് ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധം നടക്കേണ്ടിയിരുന്നത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും മാത്രമുണ്ടായിരുന്ന ഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ വേണ്ടി വന്ന ശക്തിയാണ് സാക്ഷാൽ ലൂസിഫർ. ആദ്യ മാതാപിതാക്കളുടെ സന്താനങ്ങളായിരുന്ന കയീനും ഹാബേലും ആദ്യ യാഗം നടത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ചെല്ലുമ്പോൾ അതിനിടയിൽ പ്രവർത്തിച്ചയാളാണ് പൈശാചിക ശക്തി. അവസാനം അതിനെ കൊലപാതകത്തിൽ കലാശിപ്പിച്ചു. നോഹയും കുടുംബത്തെയും 8 പേരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആദ്യത്തെ നീതി നടപ്പിലാക്കി ജനത്തെ മുഴുവൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇതേ പിശാച് അവരിൽ ഇളയ മകനായ ഹാമിനെ കൈക്കലാക്കി. അതിൽ നിന്ന് കൂശിൽ നിന്ന് നിമ്രോദും വന്നു. പിന്നെ ദൈവത്തിനെതിരായി ബാബേൽ ഗോപുരപ്പണി ആരംഭിച്ചു. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച പ്രധാനപ്പെട്ട പിശാചുക്കളെ കർത്താവ് ബന്ധനസ്ഥനാക്കിയിട്ട് മനുഷ്യന് തക്ക ശിക്ഷ കൊടുത്തു. നോഹയുടെ കാലത്ത് ദൈവത്തിന് റിബലായി നിന്ന ജനത്തെ കൊന്നുകളഞ്ഞതും നിമ്രോദിന്റെ കാലത്ത് ദൈവത്തിനെതിരായി ഗോപുരം പണിതവരെ ഭാഷ കലക്കി, ഭാഷ കൺഫ്യൂസ് ആക്കി വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞതും ദൈവം തന്നെ. പക്ഷേ പിശാച് വളരെ ശക്തമായി അവന്റെ കരുക്കൾ നീക്കിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അബ്രഹാമിന്റെ കാലം വരുമ്പോൾ എല്ലാവരും നശിച്ചിരിക്കുന്നു. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറയുന്നു. അബ്രഹാമിന്റെ വീട്ടിൽ വാഗ്ദത്ത സന്തതി എത്തുന്നതിന് മുമ്പ് ഇസ്മായേൽ എത്തി, ജാരസന്തതി എത്തി. ഇതാണ് പിശാചിന്റെ ടെക്നിക്. അടുത്ത് ഇസഹാക്ക് ജനിക്കുന്നു. ഇസഹാക്കിൽ നിന്ന് 2 പിള്ളേര് വരുന്നു, ഏശാവും യാക്കോബും. ഏശാവ് മിടുക്കനായ ഒരുവനായിരുന്നു. അവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യാക്കോബ് അവന്റെ ജ്യേഷ്ഠാവകാശം കൈക്കലാക്കി. ഇല്ലായിരുന്നു എങ്കിൽ ആദ്യജാതനായിരുന്ന ഏശാവിൽ നിന്ന് ഇസ്രായേൽ ഉണ്ടാകണമായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. പക്ഷേ നല്ല ഉപായിയും തന്ത്രശാലിയുമായ യാക്കോബിനെ ദൈവത്തിന്റെ പ്രഭുവായ ഇസ്രായേൽ എന്ന പദവി ദൈവം നൽകി. കാരണം അവൻ ദൈവത്തോടും മനുഷ്യനോടും ഒരുപോലെ മല്ല് പിടിച്ച് ജയിച്ചവനാണ്. അവനിൽ നിന്ന് കർത്താവ് 12 മക്കളെ കൊടുത്തു. അവരാണ് ഇന്ന് ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നവർ. ആ ഇസ്രായേൽ മക്കളെ ജീവിതത്തിന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ തകർത്ത് കളയുവാൻ അവർക്കെതിരെ ഓരോ കുലങ്ങളെ എഴുന്നേൽപ്പിച്ച് പിശാച് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു, അവരെ വഴിപിഴപ്പിച്ചുകൊണ്ടേയിരുന്നു. കർത്താവ് പ്രവാചകന്മാരെ കൊടുത്തു, പുരോഹിതന്മാരെ കൊടുത്തു, ന്യായാധിപന്മാരെ കൊടുത്തു, എല്ലാരെയും കൊടുത്തു. ഇസ്രായേൽ ഒരു പരിധി പിടിച്ചു നിന്നു. എങ്കിലും പിശാചിന്റെ ചതിപ്രയോഗങ്ങളിലും വഞ്ചിക്കലിലും വഴിതെറ്റിക്കലിലും മനുഷ്യൻ വീണുപോയി. ഒടുവിൽ അവനെ രക്ഷിക്കുവാൻ നിവർത്തിയില്ലാതെ വരുമ്പോഴാണ് ദൈവം തന്റെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത്. യേശുവിനെയും ഇസ്രായേൽ സ്വീകരിക്കാതെ വന്നു. കർത്താവ് പറഞ്ഞു, നീ വില കൊടുക്കേണ്ടതായി വരും.
നാളുകൾ ചിലത് കഴിഞ്ഞു. ദൈവസഭയ്ക്കകത്ത് പൈശാചിക വ്യാപാരം കടന്നു, രാഷ്ട്രീയം കടന്നു. റോമിൽ ആകമാനം അത് ആരംഭിച്ചുകൊണ്ട് റോമൻ കാത്തലിക് എന്ന സഭ ഉടലെടുത്തു. ദൈവത്തിനെതിരെയുള്ള ഒരു മൂവ്മെന്റായി റോമൻ കാത്തലിക് മാറി. പരിശുദ്ധാത്മാവ് ഇല്ലാതായി മാറി, രക്ഷയില്ലാതായി മാറി. പ്രാർത്ഥന പുണ്യാളന്മാരിലേക്കും മറ്റു തര ശക്തികളിലേക്കും ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു. ഇന്ന് റോമൻ കാത്തലിക്കിന് ബൈബിളുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് റോമൻ കാത്തലിക്കിനെ കൊണ്ട് മാത്രം ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനാവില്ലെന്ന് ചെകുത്താൻ തിരിച്ചറിഞ്ഞിട്ട് മറ്റൊരാളെ കൂടി 500കളിൽ എഴുന്നേൽപ്പിച്ചത്. അയാൾ വന്നിട്ട് ആദ്യം പറയുന്നത് യേശു ക്രിസ്തു വെറും പ്രവാചകനാണ്, ദൈവപുത്രനല്ല. AD 90കളിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വച്ചു, യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാത്ത ഏതാത്മാവും അത് പൈശാചികമാണ്, അത് വ്യാജാത്മാവാണ്. അങ്ങനെ പുത്തൻ വ്യാജാത്മാവിന് ഭൂതലത്തിൽ ഇറങ്ങി വരുവാൻ ചെകുത്താൻ ഒരുക്കിയ ഒരു കെണിയായിരുന്നു ദൈവപുത്രനെ തള്ളിക്കളഞ്ഞുകൊണ്ടുവന്ന ഇസ്ലാം മതം. ഇന്ന് ഇസ്ലാം വളരെ സ്ട്രോങ് ആയി ലോകത്തെമ്പാടും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ ചിലരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ താങ്കൾ വിചാരിക്കും പോലല്ല ഞങ്ങൾ ഈ ഭൂമിയെ കൈക്കലാക്കും. മന്യ സുഹൃത്തെ, ഇസ്ലാം മുഴുഭൂമിയും കൈക്കലാക്കും. ഇസ്ലാം മാത്രമല്ല, റോമൻ കാത്തലിക് കൂടെ ഉണ്ടാവും. ദൈവമില്ലാത്ത നിരീശ്വരവാദം കൂടെ ഉണ്ടാകും. ദെൻ പാന്തീസം, പാനന്തീസം, തീസം, ഡീസം, ഡുവലിസം എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഉണ്ടാകും. സാക്ഷാൽ യഹോവ തന്റെ സ്വന്തം ജനമാക്കി മാറ്റിയിരുന്ന ഇസ്രായേൽ ഈ ഭൂമിയിൽ തൽക്കാലം ഒറ്റപ്പെടുമെങ്കിലും അവൻ രാജ്യം തിരിച്ചു പിടിക്കും. അതിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ തള്ളിക്കളഞ്ഞ കർത്താവായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിലൂടെ രക്ഷ നേടിയിരിക്കുന്ന ദൈവമക്കൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഈ ഭൂമിയിൽ നിന്ന് മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന ദൈവമക്കൾ അവരോടൊരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അവർ സ്വർഗത്തിൽ എടുക്കപ്പെടാൻ പോകുന്ന കാലം അനധിവിദൂരമല്ല. ആ കാര്യം വളരെ വേഗം സംഭവിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവ് നടന്നു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുവാനുള്ള ലോകമഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ആ ലോകമഹായുദ്ധത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കാര്യം തിരിച്ചറിയുക, ആ യുദ്ധത്തിന് തൊട്ടു മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരും. അതുകൊണ്ട് അയത്തുള്ള ഖൊമനി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ യുദ്ധം ചെയ്തേ തീരൂ, ഇല്ലെങ്കിൽ അള്ളാഹുവിന് കോപം വരും. ഏദനിൽ ആദമിനെയും ഹൗവയെയും നശിപ്പിച്ച അതേ ചെകുത്താൻ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം ജനത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ ജനത്തെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നു. ആ ജനത്തെക്കുറിച്ച്, ആ ടീമിനെ കുറിച്ചെല്ലാം കൃത്യമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു. വായിക്കുക, മനസ്സിലാക്കുക, ഗ്രഹിക്കുക. ഈ യുദ്ധവും തമ്മിലടിയും കാണുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് വളരെ ശക്തിയോടുകൂടി ഈ ലോകത്തെ നശിപ്പിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവ് വാതിൽക്കലെത്തിയിരിക്കുന്നു. നമുക്ക് ഈ ലോകമല്ല ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, മറ്റൊരു ലോകമാണ്. അതുകൊണ്ട് ഇവകളിൽ നിന്ന് മാറി അക്കരയ്ക്ക് പോകുവാൻ നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.